Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ട്രാൻസിഷൻ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഗൈസ് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ടുണ്ട്. Alightmotion ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ രണ്ട് ഫോട്ടോസ് എടുക്കുക. ഞാനിപ്പോൾ ഇതേപോലെ രണ്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ മുകളിലുള്ള ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഇതിൽ നമ്മൾ 3Dയിൽ ഫസ്റ്റ് ബോക്സ് എഫക്റ്റ് ആഡ് ചെയ്യുക. ബോക്സ് എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടുക. ഇതിൽ നമ്മൾ ഹൈറ്റിലേക്ക് വരിക. ഹൈറ്റ് വന്ന് നമ്മൾ 100 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 100 ആക്കി കൊടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഇതേപോലെ കിട്ടുള്ളൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഷെയ്ഡിങ് ഉണ്ടാവും, അത് വന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കുക ഇതേപോലെ. ദെൻ സ്കെയിലിൻ്റെ ഇത് പറഞ്ഞാൽ സ്കെയിലിൻ്റെ സൈസ് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം ആ ഒരു രീതിക്ക് നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1.70 ആണ് വെക്കുന്നത്. അത് നിങ്ങൾക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മുകളിൽ ഓറിയൻറ്റേഷനിലേക്ക് വരിക. ഓറിയൻറ്റേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കീ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ഇതേപോലെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്ററിലായിട്ട് അടുത്തൊരു കീ ഫ്രെയിമും കൂടെ ആഡ് ചെയ്യുക ഇതേപോലെ. ഓക്കെ, 2 കീ ഫ്രെയിംസ് ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫയുടെ വാല്യൂ ഫസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടത് -180ലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ 180ലേക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കർവ് കൊടുക്കണം. നമ്മൾ 3rd കർവ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു കർവ് നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എൻഡിലായിട്ട് ഒരു ബീറ്റ് മാർക്ക് കൊടുക്കുക. അതിൽ വന്ന് ബീറ്റയുടെ വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ബീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് എത്ര റൊട്ടേഷനാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ നിങ്ങൾ റൊട്ടേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ വന്ന ഈ ഒരു റേഞ്ചിലാണ് ബീറ്റയുടെ വാല്യൂ കൊടുത്തിട്ടുള്ളത്. ദെൻ അത് വന്ന് എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 4th കർവാണ് കൊടുക്കുന്നത്. 4th കർവ് ആഡ് ചെയ്യുക. ദെൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ഈ ഒരു 4th കർവ് നമ്മളിപ്പോൾ തൽക്കാലം കോപ്പി ചെയ്തെടുക്കാം. ദെൻ നമ്മൾ ബാക്ക് വരാം. നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതേപോലെയും പിന്നെ ഈ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവില്ല. ഈ ഒരു റൊട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അധികം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അധികം കൊടുക്കാം. ഇനി നമ്മൾ ആ ഒരു ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്യുക. സൂമിലേക്ക് വരിക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സൂമിലേക്ക് വരിക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതേപോലെ തന്നെ സെൻറ്ററിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതേപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. 0 ആക്കി കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബോക്സ് എഫക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് കൊടുത്ത ആ ഒരു കർവില്ലേ ആ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ഈ സ്കെയിൽ ടൂളിൽ എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളിവിടെ കൊടുക്കേണ്ട കർവ് എന്ന് പറയുന്നത്. അതായത് ഇതേപോലെ പോപ്പപ്പ് ആയിട്ട് വന്നിട്ട് റൊട്ടേഷൻ, പോപ്പപ്പ് പ്ലസ് റൊട്ടേഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അഗെയിൻ സൂമിൽ വരിക. കുറച്ച് എൻഡിലായി വന്നിട്ട് ഈ ഒരു പാർട്ടിൽ വന്നിട്ട് നമ്മളൊരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അതിനും വന്ന് നമ്മൾ ഈ ഒരു കർവ് തന്നെ കൊടുക്കുക. ഓക്കെ, ദെൻ ഏറ്റവും എൻഡിലായിട്ടൊരു കീ ഫ്രെയിം കൊടുത്തിട്ട് അത് ഇതേപോലെ വന്ന് നമ്മൾ ഫില്ലാക്കി കൊടുക്കുക. സ്ക്രീനിൽ കുറച്ച് ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പം ഇതേപോലെ സ്ട്രെച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അത് ആ ഒരു ബോക്സ് എഫക്റ്റിൻ്റെ ബഗ്ഗാണ്. ഓക്കെ, ദെൻ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് നമ്മൾ ഈ ഒരു കർവും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു രീതി കിട്ടും. അതായത് ഫസ്റ്റ് വരുന്നു, റൊട്ടേറ്റ് ചെയ്തിട്ട് പോപ്പപ്പായി പോകുന്ന രീതിക്കുള്ള ആ ഒരു സംഭവം കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഇതിൽ വന്ന് നമ്മൾ എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ മോഷൻ ബ്ലറൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ സെലക്ട് ചെയ്യുക. ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്ന് സ്ട്രോക്ക് എനേബിൾ ചെയ്യുക. സ്ട്രോക്ക് എനേബിൾ ചെയ്ത ശേഷം നമ്മൾ സ്ട്രോക്കിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇൻക്രീസ് ചെയ്യുക. അതിൻ്റെ കളർ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. അതിൻ്റെ വാല്യൂ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഒരു വാല്യൂ കൊടുക്കുക. ദെൻ അഗെയിൻ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് വന്ന് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ ആ ഒരു ലെയർ മാത്രമായിട്ട് കിട്ടും. ദെൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് നമ്മൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഇതേപോലെ ലെങ്ത് ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു മൂവ് ടൂളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ സൂം ടൂൾ വെച്ച് ഇത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കുറേയധികം കീ ഫ്രെയിംസ് ഇല്ലുകൊണ്ട് നമ്മളിത് സൂം ചെയ്യുമ്പോൾ ആദ്യം ഒരു കീ ഫ്രെയിം വരും. അതുകൊണ്ടാണ് 2 ഫിംഗേഴ്സ് വെച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു ബോക്സും കൂടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബോക്സ് വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ വേറെ കളർ കൊടുക്കുക. ആ ഒരു സ്ട്രോക്കിന് നിങ്ങൾക്ക് വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ വേറെ കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലം വൈറ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ വേറെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് വന്ന് ഇതേപോലെ ഫിൽ സ്ക്രീൻ ചെയ്യുക. ദെൻ ഇതേപോലെ എൻഡിലായി വന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു 3 ലേയേഴ്സ് നമ്മൾ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റായിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ഒരു റെക്റ്റാങ്കിളോടെ ആഡ് ചെയ്യുക. അതും നമ്മൾ ഇതേപോലെ ഫിൽ സ്ക്രീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ നമ്മളത് ഇതിൻ്റെ എൻഡ് വരെയായിട്ട് സെറ്റ് ചെയ്യുക. ഇതേപോലെ എൻഡ് വരെയാക്കി സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ഓൾ ലേയേഴ്സ് കൊടുത്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഇതേപോലെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത ശേഷം നമുക്ക് ഫസ്റ്റ് ഒരു സൂം ട്രാൻസിഷനോ അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി കൊടുത്ത ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. ഞാൻ ഇതിൽ ഓൾറെഡി കുറേ ബേസിക് ആയിട്ടുള്ള ട്രാൻസിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സൂം ട്രാൻസിഷനാണ് ഇവിടെ ചെയ്യുന്നത്, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളത്. ഇതേപോലെ രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒന്ന് നമ്മൾ നന്നായി സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എത്ര സൂമാണോ വേണ്ടത് വെച്ചാൽ ആ ഒരു രീതിക്ക് സൂം ചെയ്തിട്ട് ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്, ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സ്, ബ്ലറ്, മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സംഭവം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റിലെ ട്രാൻസിഷൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സൂമിന് പകരം നിങ്ങൾക്ക് ലീനിയർ സ്ട്രിക്സ് ഒക്കെ വെച്ച് അടിപൊളിയാക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇടക്കിടക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അത് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്, ചെറിയ തിരക്കൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വീഡിയോസ് റെഗുലർ ആവാത്തത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പറഞ്ഞാൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.